ഇത് മക്കളെ നമ്മളെ ചട്ടിയിലാണ് നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്നത്. 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ഇറച്ചി വേകുമ്പോൾ ഉണ്ടല്ലോ എല്ലാ കച്ചറയിലും ഉണ്ടായിക്കോട്ടെ, എന്നാലേ ഇറച്ചി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാടി നിരമ്പൊക്കെ നമുക്ക് അതിൻ്റെ മാണം. പിന്നെ അതാ നമ്മളുണ്ടല്ലോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ആ അരിഞ്ഞ് വെച്ചിരിക്കണത്. നമ്മൾ ഇറച്ചി അതാ വെന്തിക്കണ തുള്ളി വെള്ളമില്ലാതാണ് നമ്മൾ വേവിച്ചെടുത്തിക്കണത്. നമ്മളെ സീനച്ചട്ടി ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ചിങ്ങാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ടാണ് മൂപ്പിച്ചെടുത്താൾ. ഞാൻ മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൾ. ബീഫ് മസാല ആണ് 2 സ്പൂൺ, അതങ്ങോട്ട് ചേർത്തിക്കാടി. 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടിയും, 1 സ്പൂണും കൂടി മല്ലിപ്പൊടി, ലേശം വേപ്പിൻ്റെ ഒരു ഇങ്ങോട്ടുണ്ടല്ലോ നല്ല ഇളക്കി കൊടുത്തങ്ങാട് ഇതിൽ കണ്ട് ഇറച്ചി കണ്ട് ഇട്ടുങ്ങാടാണ് മൂപ്പിച്ചെടുത്താടി. ഇതാ ഇറച്ചി റെഡിയായി. ഇതാ നമ്മളെ ചോറതാ കർമ്മുച്ചിക്കായ് കറി അതാ നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കിയതാ. അതിൽക്കതാ ഒരു തോളൂർ അച്ചാറും ഉണ്ട്.